വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് പഠിക്കുന്നത്. 10-12ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതാണ്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയണേ? അതായത് 2024 സാമ്പത്തിക സർവേ, നമുക്കറിയാം ഇക്കണോമിക് സർവേ നടക്കും അല്ലെ. അപ്പൊ ആ 2024 സാമ്പത്തിക സർവേയുടെ ബദലായ 2024 സർവേയുടെ ബദലായ ദ ഇന്ത്യൻ ഇക്കോണമി എ റിവ്യൂ. എന്താണ് അത്? ശ്രദ്ധിക്കുക. ദ ഇന്ത്യൻ ഇക്കോണമി എ റിവ്യൂ. എന്ന തലക്കെട്ടുള്ള റിപ്പോർട്ട് എഴുതിയത് ആരാണ്? 2024 സാമ്പത്തിക സർവേയുടെ ബദലായ ദ ഇന്ത്യൻ ഇക്കോണമി എ റിവ്യൂ എന്ന തലക്കെട്ടുള്ള റിപ്പോർട്ട് എഴുതിയ വ്യക്തി ആരാണ് എന്നാണ് ചോദ്യം. വി അനന്ത നാഗേശ്വരൻ എന്നാണ് വ്യക്തിയുടെ പേര്. വി അനന്ത നാഗേശ്വരൻ എന്നാണ് വ്യക്തിയുടെ പേര്. ആരാണ് വി അനന്ത നാഗേശ്വരൻ? കേന്ദ്ര സർക്കാരിന്റെ 18ാമത്തെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവാണ്. കേന്ദ്ര സർക്കാരിന്റെ 18ാമത്തെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായ വി അനന്ത നാഗേശ്വരൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. 2024 സാമ്പത്തിക സർവേയുടെ ബദലായ ദ ഇന്ത്യൻ ഇക്കോണമി എ റിവ്യൂ. എന്താണ്? ദ ഇന്ത്യൻ ഇക്കോണമി എ റിവ്യൂ എന്ന തലക്കെട്ടുള്ള റിപ്പോർട്ട് എഴുതിയത്. ക്ലിയർ ആയില്ലേ? ദ ഇന്ത്യൻ ഇക്കോണമി റിവ്യൂ എന്ന തലക്കെട്ടുള്ള റിപ്പോർട്ട് എഴുതിയ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ്. അങ്ങനെയും ചോദിക്കാം. വി അനന്ത നാഗേശ്വരൻ. അടുത്തത് ഹമാസ് ഇസ്രായേൽ സംഘർഷം. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഹമാസ് ഇസ്രായേൽ സംഘർഷത്തെ കുറിച്ച് നമ്മൾ പേപ്പറിലൊക്കെ കാണുന്നതാണ് അല്ലെ. ആ ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇസ്രായേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിന്റെ പേരെന്താണ്? ഹമാസ് ഇസ്രായേൽ സംഘർഷം നടക്കുമ്പോ ഇസ്രായേലിൽ, എവിടെ? ഇസ്രായേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിന് എന്ത് പേരിട്ട് വിളിക്കുന്നു? ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിന്റെ പേര് ഓപ്പറേഷൻ അജയ് എന്നാണ്. എന്താണ് ഓപ്പറേഷന്റെ പേര്? ഓപ്പറേഷൻ അജയ്. അപ്പൊ ഒന്നും കൂടെ പറയൂ. ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇസ്രായേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിന് വിളിക്കുന്ന പേരാണ് ഓപ്പറേഷൻ അജയ്. എന്താണ്? ഓപ്പറേഷൻ അജയ്. അപ്പോ ഇതിൽ കൊടുത്തിട്ടുള്ള അടുത്ത ഒരു പദ്ധതിയുടെ 4 ഓപ്ഷൻ ഉണ്ടാവും. അതിലത്തെ ഒരു പദ്ധതിയുടെ പേര് ഇതാണ്, വന്ദേ ഭാരത് മിഷൻ. എന്തറിയോ വന്ദേ ഭാരത് മിഷൻ എന്ന് പറഞ്ഞാൽ? കൊറോണ വൈറസ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടന്ന ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്ത ദൗത്യത്തിന്റെ പേരാണ് വന്ദേ ഭാരത് മിഷൻ. അപ്പൊ കൊറോണ പ്രശ്നം വന്നപ്പോ, കൊറോണ ലോകം മുഴുവൻ വ്യാപിച്ചപ്പോ എന്തുണ്ടായേ? അതായത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല ഇന്ത്യക്കാരുണ്ടായിരുന്നു അല്ലെ. അവരെ തിരിച്ച് എവിടേക്ക് കൊണ്ടുവരാൻ? ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആര് നടത്തിയത്? കേന്ദ്ര സർക്കാർ നടത്തിയ ദൗത്യത്തിന്റെ പേരാണ് എന്താ പറഞ്ഞ? വന്ദേ ഭാരത് മിഷൻ എന്ന് പറഞ്ഞ. ക്ലിയർ ആയോ? അപ്പൊ 2 കാര്യം ക്ലിയർ ആയില്ലേ? ഓപ്പറേഷൻ അജയും അതുപോലെ തന്നെ വന്ദേ ഭാരത് മിഷനും 2 കഴിഞ്ഞില്ലേ? മൂന്നാമത്തത് കേരള കലാമണ്ഡലം. നമ്മുടെ കേരളത്തിലെ കലാമണ്ഡലത്തിന്റെ പുതിയ വൈസ് ചാൻസലർ ആരാണ്? കേരള കലാമണ്ഡലത്തിന്റെ വൈസ് ചാൻസലർ ആര് എന്നാണ് ചോദ്യം. കേരള കലാമണ്ഡലത്തിന്റെ നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണനാണ്. ആരാണ്? ഡോക്ടർ ബി അനന്തകൃഷ്ണൻ. അപ്പൊ കേരള കലാമണ്ഡലത്തിന്റെ പുതിയ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ ബി അനന്തകൃഷ്ണനാണ്. കേരള കലാമണ്ഡലത്തിന്റെ ചാൻസലർ ആരാണെന്ന് ചോദിച്ചാൽ ആരാ പറയാ? നിലവിലെ ചാൻസലർ. കേരള കലാമണ്ഡലത്തിന്റെ നിലവിലെ വൈസ് ചാൻസലർ പഠിച്ചു. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, വെറുതെ വൈസ് ഇല്ല, ചാൻസലർ മാത്രമാണെങ്കിലോ?
മല്ലിക സാരാഭായ്. ആരുടെ പേരാ പറയണ്ടേ? മല്ലിക സാരാഭായ് ആണ് കേരള കലാമണ്ഡലത്തിന്റെ നിലവിലെ ചാൻസലർ എന്ന് പറയും. കേരള കലാമണ്ഡലത്തിന് എന്നാണ് കേരള കലാമണ്ഡലം കേരളത്തിലെ കൽപ്പിത സർവകലാശാലയാണ് എന്നെല്ലാവർക്കും അറിയാലോ. കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചത് എന്നാണ് 2007 കേരള കലാമണ്ഡലത്തിന്റെ വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ, ചാൻസലർ മല്ലിക സാരാഭായ്. കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല ബഹുമതി ലഭിച്ചത് 2007. ഇനി അടുത്തത് നാഷണൽ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ ഉണ്ട്. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ. ഇതില് സൈബർ കുറ്റകൃത്യം ചെയ്യുന്നതിനുള്ള സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പറുടെ പേര് 1930. അപ്പൊ എന്താ ഒന്നും കൂടെ പറഞ്ഞേ? നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലില് സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1930 ആണ്. അപ്പൊ ഒന്ന് പഠിച്ചേ. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാ? അപ്പൊ 1-2 ഹെൽപ്പ് ലൈൻ നമ്പറും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. നമ്മളോട് ചോദിക്കുകയാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ചോദിക്കണേ വെച്ചാൽ 1098. നമ്മൾ എവിടെ പോയാലും എവിടെയൊക്കെ പല ബോർഡുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. അടുത്ത നാഷണൽ വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് ചോദിക്കണേ വെച്ചാലോ നാഷണൽ വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പറയും 1091. നാഷണൽ വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ 1071 നാഷണൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 ഇനി അടുത്ത ചോദ്യം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. 2024 75ാമത്തെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ മുഖ്യ അതിഥി ആരാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ്. 2024 75ാമത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ അതിഥി. ഇനി അടുത്ത ചോദ്യം ഏതാണ്? ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ശിവശക്തി പോയിന്റ് ഏതൊക്കെ ഗർത്തങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏതൊക്കെ ഗർത്തങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഏതൊക്കെ ഗർത്താണ്? ഒന്ന് മാൻസിനസ് സി, ഗർത്തത്തിന്റെ പേരാണ് മാൻസിനസ് സി. ഒരു ഗർത്തത്തിന്റെ പേര് മാൻസിനസ് സി. അടുത്തത് സിംപേലിയസ് എൻ. സിംപേലിയസ് എൻ. അപ്പൊ ഈ 2 ഗർത്തങ്ങൾക്കിടയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ശിവശക്തി പോയിന്റ്. അപ്പൊ ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് മാൻസിനസ് സി, സിംപേലിയസ് എൻ എന്നീ ഗർത്തങ്ങൾക്കിടയിലാണ്. നമുക്കറിയാം ചന്ദ്രയാൻ 3 ദൗത്യത്തെ കുറിച്ച് അല്ലെ. ആ ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തെയാണ് നമ്മൾ ശിവശക്തി പോയിന്റ് എന്ന് വിളിക്കുന്നത്. അതിന് ശിവശക്തി പോയിന്റ് എന്ന് പേര് നൽകിയത് നരേന്ദ്രമോദിയാണ്, പ്രധാനമന്ത്രി. അപ്പൊ ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് മാൻസിനസ് സി, സിംപേലിയസ് എൻ എന്നീ ഗർത്തങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, പോലീസ് കോൺസ്റ്റബിളിന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഇനി അടുത്തത്, ഇതൊക്കെ പോലീസ് കോൺസ്റ്റബിളിലെ ചോദ്യങ്ങളാണ്. 2024-25 വർഷത്തിൽ യൂണിയൻ ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? എല്ലാവർക്കും അറിയാലോ, നിർമ്മല സീതാരാമൻ. 2024-25
യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമനാണ്. കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച രണ്ടാമത്തെ വനിതയാണിത്. കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധിയാണ്. കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധി. കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച രണ്ടാമത്തെ വനിത നിർമ്മല സീതാരാമൻ. സമ്പൂർണ്ണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ ധനമന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്പൂർണ്ണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ ധനമന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേരാ പറയേണ്ടത്? നിർമ്മല സീതാരാമന്റെ പേര് പറയണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താ വെച്ചാൽ നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ളതാണ് നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ അല്ലെ. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്, ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20. നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20. രാജ്യസഭ പാസാക്കിയത് 2023. ലോക്സഭ പാസാക്കിയത് ചോദിച്ചേക്കണ. രാജ്യസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 22. ഇനി അടുത്തത് രാഷ്ട്രപതി എന്നാണ്, പ്രസിഡന്റ് എന്നാണ് അത് ഒപ്പുവെച്ചത് സെപ്റ്റംബർ 28. 2023 സെപ്റ്റംബർ 28. ബില്ലിന്റെ കാലാവധി എന്നാണ്? നിയമം പ്രാബല്യത്തിൽ വന്ന് 15 വർഷത്തേക്കാണ് അതിന്റെ കാലയളവ്. നിയമം പ്രാബല്യത്തിൽ വന്ന് 15 വർഷത്തേക്ക്. അപ്പൊ നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോക്സഭ പാസാക്കിയതാണ് ചോദിച്ചത്. ലോക്സഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20 ലോക്സഭ പാസാക്കി 2023 സെപ്റ്റംബർ 20. രാജ്യസഭ പാസാക്കി 2023 സെപ്റ്റംബർ 22. പ്രസിഡന്റ് ഒപ്പുവെച്ചു 2023 സെപ്റ്റംബർ 28. ബില്ലിന്റെ കാലാവധി നിയമം പ്രാബല്യത്തിൽ വന്ന് 15 വർഷത്തേക്കാണ്. ഇനി അടുത്തത് അടുത്ത ചോദ്യം ഇതാണ്. കേരളത്തിൽ നാടൻ പ്രചരണത്തിനായി കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? നാടൻ കളികളുടെ പ്രചരണത്തിനായി കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിക്ക് വിളിക്കുന്ന പേര് കളിത്തട്ട് എന്നാണ്. എന്താണ് പദ്ധതി? കളിത്തട്ട്. കേരളത്തിൽ നാടൻ കളികളെ പ്രോത്സാഹിപ്പിക്കാൻ കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? കളിത്തട്ട് എന്നാണ്. എന്താണ് പദ്ധതിയുടെ പേര്? കളിത്തട്ട്. പദ്ധതിയുടെ പേരെന്താണ്? കളിത്തട്ട് എന്നാണ് പദ്ധതിയുടെ പേര്. അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ പഠിക്കാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ കായികക്ഷമത ഉറപ്പുവരുത്തുന്ന ലക്ഷ്യത്തോടുകൂടി എന്ന ലക്ഷ്യത്തോടുകൂടി ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് എന്താണ്? പ്ലേ ഫോർ ഹെൽത്ത്. എന്താണ് പദ്ധതിയുടെ പേര്? പ്ലേ ഫോർ ഹെൽത്ത് എന്നാണ്. പ്ലേ ഫോർ ഹെൽത്ത് കേട്ടോ. പ്ലേ ഫോർ ഹെൽത്ത്. അപ്പൊ 1 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് കായികക്ഷമത ഉറപ്പുവരുത്താൻ ഉള്ള പദ്ധതിയാണ് പ്ലേ ഫോർ ഹെൽത്ത്. സ്കൂൾ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് സ്പ്ലാഷ്. എന്താണ്? സ്പ്ലാഷ്. എന്താ പദ്ധതിയുടെ പേര്? സ്പ്ലാഷ്. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് കായികക്ഷമത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ പേര് പ്ലേ ഫോർ ഹെൽത്ത്. സ്കൂൾ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് സ്പ്ലാഷ് എന്നാണ്. എന്താണ്? സ്പ്ലാഷ് എന്നാണ് പദ്ധതിയുടെ പേര്. ഇനി IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ്. IMAയുടെ ഒരു പദ്ധതിയുടെ പേരാണ് ഇത്. നോക്കുക, എന്താണ് എന്താണ് പദ്ധതി? ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? IMAയുടെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? എന്താ അറിയോ? ഡോക്ടർമാരും മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉണ്ടല്ലോ, മറ്റ് മെഡിക്കൽ വിദ്യാർത്ഥികൾ, ഇവർക്ക് ആത്മഹത്യ
ആത്മഹത്യാ പ്രതിരോധം നൽകുക. ഡോക്ടർമാർ, മെഡിക്കൽ വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് ആത്മഹത്യാ പ്രതിരോധം നൽകുക എന്നതാണ് എന്തിന്റെ ലക്ഷ്യം? ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്ന പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതി കൊണ്ടുവന്നത് ആരാണ്? IMA ആണ്. അപ്പൊ IMA കൊണ്ടുവന്ന പദ്ധതി ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ ലക്ഷ്യം ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക എന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇത്തരം ക്വസ്റ്റ്യൻസേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ പോലീസ് ബറ്റാലിയൻ പരീക്ഷാ തീയതി 8/6/2024 നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ക്ലാസ് ഒക്കെ ക്ലിയർ ആയി മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. തിങ്കളാഴ്ചത്തെ എക്സാം മറക്കണ്ട. നന്നായി പഠിച്ചു വയ്ക്കുക എല്ലാവരും. ഇന്ന് നമുക്ക് ജില്ലകളും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളും ഒരു ജില്ല ഒരു സംസ്ഥാനവും ഒരു നവോത്ഥാന നായകനും ഞാൻ അപ്ലോഡ് ചെയ്യാം. അതും കൂടിയൊക്കെ പഠിച്ചു പോവാട്ടോ. എത്രയും പെട്ടെന്ന് 50ാമത്തെ ദിവസമായി ക്ലാസ് തുടങ്ങിയിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ക്ലാസ് ഭംഗിയായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.